ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ അബ്ദുല്ല ബക്കർ. 6ാം ക്ലാസ്സിലെ മക്കളൊക്കെ സ്കൂളൊക്കെ തുടങ്ങി ഇങ്ങനെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ സൈലത്തിന്റെ ഒരു നോട്ടിഫിക്കേഷൻ, നിങ്ങൾ ഒരു ഉപഭോക്താവാണോ എന്നൊരു ചോദ്യം കൂടി കണ്ടപ്പോൾ എന്താണ് ഇത്, നമ്മുടെ ഏത് ചാപ്റ്റർ ആയിട്ട് റിലേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കൾ എന്തായിരിക്കും കുറെ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മക്കൾ ആകെ ഇങ്ങനെ കൗതുകത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് മക്കളെ. അതുപോലെ തന്നെ എല്ലാ നമ്മുടെ പഠിക്കുന്ന എല്ലാ ഉപഭോക്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ മക്കൾക്കും ഒരുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്ത് കാണുക. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഒരു ഉപഭോക്താവാണോ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൺസ്യൂമർ ആണോ എന്ന് ചോദിക്കുമ്പോൾ പല മക്കളും എന്താണ് ഈ ഉപഭോക്താവ് എന്നുള്ളൊരു സംശയം കൂടി പല മക്കൾക്കും കാണാൻ പറ്റും. അപ്പൊ നമ്മളെല്ലാ ആളുകളും ഉപഭോക്താക്കളാണ് മക്കൾ, അല്ലെങ്കിൽ നമ്മളെല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നില്ലേ. അപ്പൊ നമ്മളെല്ലാ ആളുകളും എന്ത് തന്നെയാണ് മക്കളെ, ഉപഭോക്താക്കൾ തന്നെയാണ്. ഇപ്പൊ പെന്നാണെങ്കിലും ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ബാഗ് ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കടകളിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളെല്ലാ ആളുകളും എന്ത് തന്നെയാണ് മക്കളെ, ഉപഭോക്താക്കൾ തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ എന്താണ് ഉപഭോഗം നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സും സർവീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഉപഭോഗം നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഗുഡ്സ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം, അല്ലെങ്കിൽ എന്താണ് സാധനങ്ങൾ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം. നമുക്ക് നോക്കാം എന്താണ് സാധനങ്ങളുള്ള, നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും, നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ട് അല്ലെ, പെന്നുണ്ട്, ബുക്ക് ഉണ്ട്, സ്കെയിൽ ഉണ്ട്, പെൻസിൽ ഉണ്ട്, ഇങ്ങനെ പല സാധനങ്ങളും നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ വാങ്ങുന്ന വസ്തുക്കൾ ഇത് കാണാനും അതുപോലെ തന്നെ സ്പർശിക്കാനും സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ എന്ന് പറയുന്ന മക്കളെ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതണം എന്നൊരു ആവശ്യമുണ്ട്, എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഒക്കെ നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, എഴുതാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് വാങ്ങും, ബുക്ക് വാങ്ങും, പെന്ന് വാങ്ങും. ഈ ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ തൊടാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സ്പർശിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങളാണ് അതിലൂടെ നിറവേറ്റുന്നത്. എഴുതണം എന്നുള്ള ആവശ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ബുക്ക് വാങ്ങുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഒരു പെന്ന് വാങ്ങുന്നതിലൂടെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെ. അപ്പൊ ഈ ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ എന്ന് പറയുന്നത് മക്കളെ. സിമ്പിൾ അല്ലേ. അപ്പൊ എന്താണ് സാധനങ്ങൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് എന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം വാങ്ങുന്ന അല്ലെങ്കിൽ സ്പർശിക്കാനോ കാണാനോ കഴിയുന്നതായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഗുഡ്സ് എന്ന് പറയും. ആരാണോ വാങ്ങുന്നത് അവരെ നമ്മൾ എന്ത് പറയുന്നു, ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വാങ്ങുന്ന ആളെ പറയുന്നത്. ഇപ്പൊ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് മഴയൊക്കെ പെയ്യുമല്ലേ, ഇനി മഴ ഇതുവരെ പെയ്തില്ല, പക്ഷെ ഇനി നല്ല മഴയൊക്കെ പെയ്യും അല്ലെ. അപ്പൊ ആ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, നമുക്ക് അവിടെ മഴ പെയ്യാതെ പോകണമെങ്കിൽ എന്ത് വേണം, കുട വേണം അല്ലെ. അപ്പൊ ഈ നമ്മുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് വാങ്ങുന്നത്, കുട വാങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഗുഡ്സ് ആണ് മക്കൾ, ഇതൊക്കെ സാധനങ്ങളാണ്. ഇനി പല മക്കളും എന്ത് ചെയ്തിട്ടുണ്ടാവും, സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ ആരിലൂടെ അപ്പൊ നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരാപ്പം നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരാപ്പം നിർമ്മിക്കുന്നത് എന്നുള്ള സംശയം പല മക്കൾക്കും ഉണ്ടാവും അല്ലെ മക്കളെ. ഇത് എവിടുന്നാണ് ഉണ്ടാക്കിയത്, പല മക്കളും ചോദിക്കാറുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ചില ആളുകൾ സംശയമൊന്നും ഉണ്ടാവില്ല, അവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാൻ അങ്ങോട്ട് നിറവേറ്റാം, അല്ലാതെ ഇത് ആരുണ്ടാക്കിയാലും നമുക്ക് എന്താപ്പാ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന ചില ആളുകളും ഉണ്ടാവും. എന്നാലും ചില കുട്ടികൾക്ക് എന്ത് സംശയം ഉണ്ടാവും, ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടായത്, ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്. അപ്പൊ അത്തരം സംശയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് തന്നെ തീർക്കാൻ പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും, എന്തൊരു വസ്തു ഉണ്ടാക്കണമെങ്കിലും ആര് വേണം മക്കളെ, മാൻ പവർ വേണം അല്ലെ, അല്ലെങ്കിൽ എന്ത് വേണം, തൊഴിലാളികൾ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലേബേഴ്സിന്റെ ആവശ്യമുണ്ട് അല്ലെ, തൊഴിലാളികളുടെ ആവശ്യം അവിടെ നമുക്ക് കാണാൻ പറ്റും. എന്തൊരു വസ്തു ഉണ്ടാക്കണമെങ്കിലും അവിടെ എന്ത് വേണം, ലേബേഴ്സ് വേണം. അതുപോലെ തന്നെ ആ ലേബേഴ്സ് ഉണ്ടാക്കുന്ന വസ്തു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആളുകൾ വേണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം. ഇതൊക്കെ അടങ്ങുമ്പോഴാണ് ഒരു വസ്തു ആരിലേക്ക് എത്തുന്നത്, നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ സാധനങ്ങൾ ഒരു കടക്കാരൻ ഉണ്ടാക്കി കടയിൽ വെക്കുന്നതല്ല മക്കളെ, പല ഘട്ടങ്ങളിലൂടെ പല സ്റ്റേജസിലൂടെയാണ് ആരിലേക്ക് എത്തുന്നത്, നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ പല ഘട്ടങ്ങളിലൂടെയാണ് സാധനങ്ങൾ ഒരു ഉപഭോക്താവിന്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറുടെ കയ്യിലേക്ക് ഗുഡ്സ് അവൈലബിൾ ആവുന്നത്. അപ്പൊ നെക്സ്റ്റ് സാർ, അപ്പൊ സേവനങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഗുഡ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, അതെന്തായിരിക്കും, സ്പർശിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സർവീസസ് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, കാണാനോ സ്പർശിക്കാനോ സാധിക്കണമെന്നില്ല. അതിന് നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടീച്ചർ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ മക്കളെ. ആ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സേവനമാണ്, ടീച്ചർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സർവീസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാണ്, ചിലപ്പോൾ സ്പർശിക്കാൻ സാധിക്കണമെന്നുണ്ടോ, ഇല്ല അല്ലെ. അവിടെ നോളജ് ആണ് നമുക്ക് ഷെയർ ചെയ്യുന്നുള്ളത്. ഇനി ഡോക്ടേഴ്സ് ആണെങ്കിലും അവരൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ഓഫീഷ്യൽസ് ആണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ് മക്കളെ, സർവീസസ് ആണ്, അല്ലെങ്കിൽ സേവനങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഏത് ചാപ്റ്ററിലാണ് മക്കളെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലാണ് സാറേ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതെന്ന് പല മക്കൾക്കും എന്തുണ്ടാവും, സംശയം ഉണ്ടാവും. നിങ്ങളുടെ 4ാമത്തെ ചാപ്റ്ററിലാണ് മക്കളെ, ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിലാണ്
ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. അപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രമല്ല ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അല്ലെ, എല്ലാ കുട്ടികളും ഞാനും നിങ്ങളൊക്കെ തന്നെയാണ് ഉപഭോക്താക്കൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ ഇത്. അപ്പൊ അടുത്ത് നമ്മൾ പറയാനുള്ളത് സർവീസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സേവനം എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലെ. ടീച്ചേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് തരുന്നത് സർവീസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡോക്ടേഴ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് നമുക്ക് നോളജ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്, സേവനങ്ങളാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ഗുഡ്സും അതുപോലെ തന്നെ സർവീസും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് കാണാനും സ്പർശിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. നമ്മൾ രണ്ടിലൂടെയും നമ്മൾ എന്താണ് നിറവേറ്റുന്നത്, നമ്മുടെ ആവശ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, രണ്ടിലൂടെയും നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിറവേറ്റുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞു പല ആളുകളിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ കൃഷിയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക നിലം ഒരുക്കല്, അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കല്, കളപറിക്കല്, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക, കാർഷിക മേഖലയാണെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മളിലേക്ക് എത്തുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇപ്പോൾ പെന്നാണെങ്കിലും ബുക്കാണെങ്കിലും അല്ലെങ്കിൽ അതർ എന്താ പറയുക മറ്റെന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ടെക്സ്റ്റൈൽ ആണെങ്കിലും ഡ്രസ്സസ് ആണെങ്കിലും ഇപ്പം എന്ത് ചെയ്യും, ഫസ്റ്റ് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യണം, ദെൻ അത് എന്ത് ചെയ്യണം, മെഷീനറീസ് ത്രൂ എന്ത് ചെയ്യണം, ഒരു ഡ്രസ്സിന്റെ എന്താ പറയുക മോഡലിലേക്ക് അത് മാറ്റിയെടുക്കാൻ കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ മക്കളെ, അല്ലെങ്കിൽ കുറേ പ്രക്രിയകളുണ്ട് അല്ലേ. അപ്പൊ ഈ പ്രക്രിയയിലൂടെയൊക്കെയാണ് അത് ആരിലേക്ക് എത്തുന്നത്, നമ്മളിലേക്ക് എത്തുന്നത്. അവസാനം നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ഫൈൻ പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തും. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തണമെങ്കിൽ കുറേ ആളുകളുടെ അധ്വാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് മാത്രം ആവാതിരിക്കുക, ഒരു ഉപഭോക്താവ് മാത്രം ആവാതിരിക്കുക, നമ്മൾ ഉൽപാദകൻ കൂടി ആവണം. അത് എന്താ പറയാ, മുറ്റത്തൊരു ചെടി നട്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കൃഷിത്തോട്ടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മളും എന്തായി മാറണം മക്കളെ, ഒരു ഉപഭോക്താവായി അല്ലെ, ഒരു ഉപഭോക്താവിനോടൊപ്പം തന്നെ നമ്മൾ എന്തായി മാറണം, ഒരു ഉൽപാദകനായി മാറണം മക്കളെ. അപ്പൊ എല്ലാ ആളുകളും അടുത്ത ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് മക്കളെല്ലാ ആളുകളും മുറ്റത്ത് ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ നട്ട് അല്ലെങ്കിൽ തക്കാളിയോ ഒക്കെ നട്ട് നമ്മളും എന്തായി മാറണം, ഉൽപാദകനായി മാറി സാറേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. അപ്പൊ എല്ലാ ആളുകൾക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്, ചെറിയൊരു ക്ലാസ് ആണ്. അപ്പൊ എല്ലാ മക്കൾക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.